ഹായ് ഫ്രണ്ട്സ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വൻപയറും ഏത്തക്കായയും കൊണ്ട് നമുക്ക് നല്ലൊരു തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് 1/2 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്ത് എടുക്കാവുന്നതാണ്. ഒരു മീഡിയം സൈസ് ഏത്തക്കായ ചെറിയ ചെറിയ കഷ്ണങ്ങളായി നുറുക്കി അതും എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂണോളം ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ച വൻപയർ ഇതിലേക്കിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കണം. ഞാൻ ഫ്ലെയിം ഓണാക്കി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വൻപയർ പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന ഏത്തക്കായയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. വൻപയറിൻ്റെ അത്രയും ഏത്തക്കായ്ക്ക് വേവില്ല. അതുകൊണ്ടാണ് വൻപയർ പകുതിയോളം വെന്തതിന് ശേഷം ഏത്തക്കായ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ചേർത്തേച്ച് ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. മൂടി വെച്ച് വേവിക്കാവേ. ഇപ്പോൾ ഏത്തക്കായയും വൻപയറും ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരല്പം വെള്ളം മാത്രമേ അതിനകത്ത് ശേഷിക്കുന്നുള്ളൂ. ഈ ഒരു ടൈമിൽ നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ തീയ് സിമ്മിലേക്ക് വെക്കണം. ആ ഒരു ആവിയിലൊക്കെ ഇരുന്ന് തേങ്ങയൊന്ന് വെന്ത് കിട്ടിയാൽ മതി. എന്നിട്ടിത് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നോക്കി വെച്ച് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് കടു താളിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം കടുക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ തോരനിലേക്ക് ആ ഒരു കടുക് പൊട്ടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം എല്ലാ വശത്തു നിന്നും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വൻപയറും കായയും തോരൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളൂ. സ്പൈസസ് ആൻഡ് ട്രാവൽസിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ. നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് ഓണാക്കി ഇടാനായി മറക്കരുതേ. താങ്ക്